നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ശിവശങ്കരൻ വക്കീലിനെ കാണാട്ട് ഇന്ന് ഇപ്പം വക്കീല് തിരക്കുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എങ്കിൽ പിന്നെ തനിക്കത് ഫോണിൽ കൂടി ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? തനിക്ക് ഇത്രമാത്രം തിരക്കാണെങ്കിൽ അതെ, എനിക്ക് അത്യാവശ്യം ഒരു കാര്യമായിട്ട് ഭാര്യ വീട് വരെ പോണം എന്ന് പറഞ്ഞു. എടോ, തനിക്കിത് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ പിന്നെ ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടം വരെ വിളിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ സാറേ, വക്കീൽ ഓഫീസിൽ വെച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഈ ജൂനിയർമാർക്കൊക്കെ കണ്ണും കാതുണ്ടെന്ന് പറയുന്നതല്ലേ, അവരെപ്പോഴാണ് ഇനി നമ്മുടെ സംസാരമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന വെക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ വെച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ കൂടെ കാര്യങ്ങളൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. അല്ല സാറേ, സാറ് മോനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ പോയി കണ്ടായിരുന്നു. പോയി കണ്ടിട്ടാണ് തന്നെ കാണാനായിട്ട് വന്നേ. അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന് പരാതി, അവനെ ഇറക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന്. അതൊക്കെ ഓർത്തുമ്പോൾ എനിക്ക് സമനില തെറ്റുക. എൻ്റെ പൊന്ന് സാറേ, ഈ തവണ എന്താണെങ്കിലും അവന് ജാമ്യം കിട്ടും. എടോ, ജാമ്യം കിട്ടും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും അവന് ജാമ്യം കിട്ടിയിട്ടില്ലോ. കുറെ കാലമായല്ലോ ഈ പറച്ചിൽ തുടങ്ങിയിട്ട്. സാറേ, ഈ തവണ കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വക്കീൽ കുപ്പായം കൂടെ ഊരി വെക്കും. അപ്പോഴേക്ക് ശിവൻ ചോദിച്ചു, അല്ല തനിക്ക് ഈ പണിയല്ലാതെ വേറെന്തേലും പണി അറിയാവോ? ഇല്ല. അത് പിന്നെ എങ്കിൽ പിന്നെ വെറുതെ ഈ പണി കളയേണ്ട കാര്യമില്ല. താൻ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞു അവനെ ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യാം സാറേ, ഞാൻ നോക്കട്ടെ. ഇനി ഏക മാർഗം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി പറഞ്ഞാൽ മതി. തന്നെ ഇതിനു മുമ്പ് ഉപദ്രവിച്ചിട്ടില്ല. പോക്സോ കേസിൽ നിന്ന് ഒഴിവായി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ നമുക്ക് പുറത്തിറക്കാന്ന് പറഞ്ഞു. അല്ല സാറേ, ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ പോയി കാണാൻ പോയിട്ട് എന്തായി? അയാളെ ഞാൻ കണ്ട് സംസാരിച്ചായിരുന്നു, ആ പെൺകുട്ടിയുടെ അച്ഛനെ. അയാളൊരു പാവമാണ്, ഒന്നുമില്ലല്ലോ അയാളും ഒരു അച്ഛനല്ലേ. അനുകൂലമായിട്ടുള്ളൊരു മറുപടിയാണ്. അപ്പോൾ ചിലപ്പം മിക്കവാറും ആ പെൺകുട്ടി മൊഴി കൊടുക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. അങ്ങനെയാണ് സാറ് ധൈര്യമായിട്ടിരുന്നു, പേടിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും മോന് ജാമ്യം കിട്ടുമെന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് വക്കീലും കൂടെ പോകുന്നത്. വക്കീൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ശിവശങ്കരൻ്റെ ഫോണിലേക്ക് മനുവിൻ്റെ കോള് വരികയാണ്. അച്ഛനിത് എവിടെയാ? അതെ, ഞാൻ ആ വക്കീലിനെ കാണാൻ വേണ്ടി വന്ന. എന്നിട്ട് എന്തായി? അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് നേരിട്ട് കണ്ട് പറയാം. അല്ല അച്ഛൻ പോയിട്ട് ഹരിയെ കണ്ടോ? ഹരിയെ കണ്ടു. പിന്നെ ഒരു കാര്യമുണ്ട്, വെല്ലിച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുവാന്നും പറഞ്ഞുകൊണ്ട്. എങ്ങനെ എത്തിയോ? ഇല്ല, ഒരു 1 hour കൊണ്ട് എത്തുമെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. എങ്കിൽ ശരിയെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ശിവശങ്കരൻ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴും മണിശങ്കർ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗംഗാധരൻ തന്നെ കണ്ട ഉടനെ മണിശങ്കർ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അങ്ങളെ യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അല്ല, എന്താ പെട്ടെന്ന് അങ്കിള് വന്നത്? സാധാരണ നേരത്തെയൊക്കെ പറഞ്ഞിട്ട് വരുന്നതല്ലേ, പിന്നെ പെട്ടെന്ന് എന്താ? അത് വരേണ്ട ചില ആവശ്യങ്ങളൊക്കെ വന്നു. അല്ല, നീ ഇവിടെ തന്നെ ഇരിക്കുമായിരുന്നു? അത് പിന്നെ അങ്കിള് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ഞാനിവിടെ അങ്കിളിനെ പ്രതീക്ഷിച്ചിരിക്കുക. പാകൊക്കെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അല്ല, എൻ്റെ വൈജി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ട്. കമലയൊന്നും കണ്ടില്ലല്ലോ. അമ്മ അകത്തുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ പുറത്തു പോയിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലയോടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ രഞ്ജിനി ചായയൊക്കെ ആയിട്ട് വരുക. ആഹാ, നീ അടുക്കള ഭരണം ഏറ്റെടുത്തോന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, അമ്മയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഞാനാ. അപ്പോഴേക്കും കമല പറഞ്ഞു, ഒന്ന് പോടി അവിടുന്ന്. എൻ്റെ ഗംഗേട്ട, എൻ്റെ കാലിനും കൈക്കുമൊക്കെ വല്ലാത്തൊരു കടച്ചില്ല, വല്ലാത്തൊരു വേദന, നടുവിനും വേദനയുണ്ട്. ചില ദിവസം രാവിലെ എഴുന്നേക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രഞ്ജിനി പറഞ്ഞു, വൈജാൻറ്റി വന്നതിന് ശേഷം ഈ വേദനയും കാര്യങ്ങളൊക്കെ, അതിനു മുമ്പ് ഒരു വേദന ഇല്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ഒന്നും മിണ്ടാതെ പോടി അവിടെ നിന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയുന്ന കള്ളത്തരമാണോ എന്ന് മനുവേട്ടനോട് ചോദിച്ചു വെക്കുക. അപ്പോഴേക്കും മനു പറഞ്ഞു, നോ കമൻസ് എന്ന് പറഞ്ഞു. മനുവേട്ട കൂടെ തിന്നിട്ട് കാല് വരുന്ന സ്വഭാവം കാണിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗാധരൻ ചിരിക്കുക. അല്ല, വൈജിയെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, വൈജാൻ്റെ എന്തോ ഒഫീഷ്യൽ കോളിലാന്ന് തോന്നേ, ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഗംഗാധരൻ പിന്നീട് ചോദിച്ചു, അല്ല ഹരിയെ കാണാൻ പോകാൻ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നോ? അവനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നൊക്കെ ചോദിക്കുകയാണ്. കമൽ പറഞ്ഞു, എന്ത് ചെയ്യാനാ എൻ്റെ ഗംഗേട്ട, എനിക്ക് അവനെ ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ എൻ്റെ മോൻ്റെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ഞാൻ എത്ര വട്ടം പറഞ്ഞാലാന്തറിയാവോ ഒന്ന് വക്കീലിനെ കാണാൻ പോന്നേ. പറഞ്ഞ് എൻ്റെ വായിക്കാത്ത വെള്ളം പറ്റും. ആർക്കും അവൻ്റെ കാര്യത്തിൽ ഒരു ചൂടുമില്ല. ഇത് കേട്ടപ്പോൾ മനു പറഞ്ഞു, വെറുതെയാ വിളിച്ച, അങ്ങനൊന്നും അല്ല. അച്ഛനും ഞാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വക്കീലിനെ കാണാനായിട്ട് പോകുന്നൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ അമ്മയെ ഞങ്ങൾ ഹരിയെ കാണാൻ പോകുന്ന സമയത്ത് വിളിക്കുന്ന, പക്ഷെ അമ്മ വരത്തില്ല. എടാ, അതെങ്ങനെയാ ഞാൻ അവനെ പോയി കാണുന്നേ? എനിക്ക് അവനെ കണ്ടു കഴിയുമ്പോൾ സങ്കടമാവില്ലേ എൻ്റെ മോൻ്റെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ?
അപ്പോഴേക്കും മനു പറഞ്ഞു, അമ്മയുടെ വിചാരം എന്താണെന്നറിയാം വല്ലിച്ച, അവനെന്തോ സ്കൂളിൽ നിന്ന് പേനയോ പെൻസിലോ എന്തോ മോഷ്ടിച്ചിട്ട് അകത്ത് പോയി കിടക്കുന്നതാന്ന്. അമ്മയുടെ വിചാരം ഇപ്പോഴും അങ്ങനെ തന്നെയാ. അവൻ ചെയ്ത് കൃത്യം എന്താന്ന് അമ്മയ്ക്ക് ഇപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നേ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറത്തുമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എനിക്കല്ലേ അറിയത്തുള്ളൂ എൻ്റെ മോനെ കാണാതിരിക്കുമ്പോഴുള്ള വിഷമം വേദന എന്താന്ന്. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, കമലെ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവനെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള മാർഗം നോക്കണ്ടേ, അല്ലാതെ പഴി പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജി അങ്ങോട്ടേക്ക് വരുന്നേ. വൈജിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, നീ തിരക്കിലായിരുന്നോ? ആ, എന്ത് ചെയ്യാനാ ഗംഗേട്ടാ, കുറെ നാളായാലേ ജോലിക്കൊക്കെ പോയിട്ട്. അപ്പോൾ കുറെ പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫോണിൽ കൂടെ വിളിച്ചിട്ടെല്ലാം ഒന്ന് സെറ്റാക്കുമായിരുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ ജോലിക്ക് കയറണമല്ലോ, അപ്പോൾ അതിന് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാക്കുമായിരുന്നു പറഞ്ഞു. അല്ല ഗംഗേട്ടൻ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇത് കൊള്ളാം, വന്നപ്പോൾ മുതൽ എല്ലാവരും ഇതാ ചോദിക്കുന്നത്, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഇപ്പം പ്രത്യേകിച്ച് മുന്നറിയിപ്പിൻ്റെ ആവശ്യമുണ്ടോ? അല്ല ഗംഗേട്ടൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വരേണ്ട ഒരാവശ്യം വന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നു. അല്ല നീ ഇതിലായിട്ടും തിരികെ പോയില്ലായിരുന്നല്ലേ? അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, ഞാൻ പോയൊന്നുമില്ല. അല്ല നിന്റെ മക്കള് നിന്നെ വിളിക്കാറൊന്നുമില്ലേ? മക്കള് അവരിപ്പോൾ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ ആ അലീന എന്ന് പറയുന്നവളോടൊപ്പം. ചുറ്റിക്കറങ്ങോ? പിന്നല്ലാതെ അവർക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ മട്ടില്ല ഞാനില്ലാത്തതുകൊണ്ട്. കൂടെ എന്തിനും ഏതിനും ആ അലീന ഉണ്ടല്ലോ. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ല നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? പിന്നെ അവളെ കുറ്റപ്പെടുത്തുന്നേ അവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് അറിയത്തില്ലാത്ത. ഇപ്പോഴാണെങ്കിൽ ബാലചന്ദ്രന്റെ മോളല്ല അവളെന്നുള്ള കാര്യങ്ങൾ തെളിയുകയും ചെയ്തു. അല്ല നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്നോടിത് രഞ്ജിനിയെ പറഞ്ഞേ. അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് പറഞ്ഞേ ബാബിതയും കൃഷ്ണയൊക്കെ ആന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എന്നിട്ടും അവൾ പോകാതെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. അല്ല ഈ പറയുന്ന ബാലചന്ദ്രന്റെ മോളല്ല അവളെന്നുള്ള കാര്യങ്ങള് പലർക്കും അറിയായിരുന്നു, ഗംഗേട്ടനും അറിയാൻ പാടില്ലായിരുന്നു ചോദിച്ചു. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, അത് പിന്നെ ഞാനും വേണ്ട ഗംഗേട്ട, കൂടുതലൊന്നും പറയണ്ട, പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം മനു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ദേ ആൻറ്റി വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, കാടടച്ച് വെടിവെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്താടാ ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അല്ലെങ്കിലും എനിക്കറിയാം അലീനയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നിനക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടായി കഴിയുമ്പോൾ ഒടുവിൽ മനു പറഞ്ഞു, ഓ ആൻറ്റിയോട് സംസാരിക്കുന്നേക്കാളും ഭേദം മിണ്ടായിരിക്കുന്ന ഞാനും കൂടി പോയേക്കാം. ഗംഗാധരൻ പറഞ്ഞു, എടാ അവിടെ നിൽക്കടാന്ന് പറഞ്ഞു. പക്ഷെ മനു നിന്നില്ല. മനു പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, ശേ എന്തിനാ വൈജ നീ ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ അല്ലെങ്കിലും അവളെക്കുറിച്ചും ബാലേന്ദ്രനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ എന്തൊരു ഉരുക്കമാണെന്നറിയാവോ? ഗംഗാധരൻ പറഞ്ഞു, ഞാൻ അവനെ ഒന്ന് കാമാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. ആ സമയത്ത് കമലയോട് വൈജ പറഞ്ഞു, കണ്ടില്ലേ നൈസായിട്ട് ഇപ്പോൾ ഒഴിവായി പോയതാ ഗംഗേട്ടൻ നമ്മുടെ അരിയിൽ നിന്ന്. എന്തെങ്കിലും ചോദിച്ചാലൊന്ന് ഭയന്നിട്ട് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തെന്ന് പറഞ്ഞു. കമലയ്ക്ക് പക്ഷെ ഒന്നും മനസ്സിലായതും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ സൗദാമിനി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. അങ്ങനെ മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, ആ നീ ഇതെപ്പോൾ വന്നെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അല്ല നിനക്ക് സുഖമാണോടാ? ആ എനിക്ക് സുഖം. അമ്മയ്ക്കോ? ശിവനുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകുന്നു. അതെന്താ അമ്മ അങ്ങനെ ഒരു വർത്താനം? പിന്നല്ലാതെ ഞാൻ എന്ത് പറയാനാടാ, ശിവനിവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രം കമലയ്ക്ക് ഇത്തിരി പേടിയുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പം ശിവന് മാറ്റം വന്നോ? പിന്നല്ലാതെ മുമ്പത്തെ പോലെയൊന്നും അല്ല. മുമ്പത്തെ ശിവനായിരുന്നു ഈ കമല പറയുന്നത് കേട്ടിങ്ങനെ ഇരുന്നേനും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കമലയെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട് അവന്. വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കാരണത്തിൽ രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. ആ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കമലയുടെ സ്വഭാവം അറിയാലോ, നല്ലതും കൊണ്ട് തരും. അതൊക്കെ തിന്നിട്ട് വേണേ മര്യാദയ്ക്ക് ഞാനിവിടെ കിടന്നോണം. ഞാനിവിടെ ഇങ്ങനെ പകൽ മുഴുവൻ ഇങ്ങനെ കിടക്കും കട്ടിലല്ല, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ലടാ മോനെ നീ എന്താ പെട്ടെന്ന് വന്നത്, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതൊന്നും പറയാതിരിക്കുന്ന അമ്മയെ നല്ലത്. എന്താടാ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗംഗാധരൻ അവിടെ ഇരുന്നു. അമ്മേ എന്നെ കാണാനായിട്ട് ബാലേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു. ബാലേന്ദ്രനോ? നീലഗിരിക്കോ? അതെ. കാര്യം എന്താ? അത് പിന്നെ സ്റ്റാലില്ലേ, സ്റ്റാലിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന. സ്റ്റാലിനെ കുറിച്ച് ചോദിക്കാനോ? അതേ അമ്മേ. അമ്മയ്ക്കും അറിയത്തില്ലേ? ഞാൻ അയാളെ കണ്ടിട്ടില്ല. അന്ന് ഞാൻ വൈജയുടെ പ്രസവമായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നില്ലോ. ആ സമയത്തല്ലേ വീട്ടിലേക്ക് അയാൾ വന്നത്. എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു കൊടുത്തോ? അമ്മേ അതിന് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നില്ല. അയാൾ ഹോട്ടൽ റൂം എടുത്തിട്ട് എന്നെ വിളിപ്പിക്കുമോ? ഞാൻ അവിടേക്ക് ചെന്നു. എടാ നീ എന്തിനാ അവൻ വിളിച്ചിടത്തേക്ക് പോയത്? എങ്ങനെ പോവാതിരിക്കും അമ്മേ? നമ്മുടെ തല അവൻ്റെ കഷ്ടത്തിലല്ലേ, നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
വിളിക്കുമ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോയതാ. എന്നിട്ടോ സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തു. പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. കാരണം അലീന വീട് വിട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കുമല്ലേ. അതിന് കാരണക്കാരി ആരാ? വൈജി അല്ലേ. വൈജി അങ്ങോട്ടേക്ക് വരണമെങ്കിൽ അലീന അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, വൈജിയോട് അമ്മയ്ക്കൊന്ന് സംസാരിക്കാൻ മേലായിരുന്നു. ഓ, സംസാരിക്കാവുന്നതിൻ്റെ അപ്പുറം സംസാരിച്ചാണ്. പക്ഷെ അവൾ കേൾക്കണ്ടേ എന്ന്. അലീന അവിടെ നിന്ന് പോയെങ്കിൽ അവളും അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞോണ്ട് ആ കൊച്ചാണെങ്കിലോ ഈ പറയുന്ന ബാബിനെയും കൃഷ്ണമോളെ എല്ലാവരെയും സ്വന്തം കൂടപ്പുറപ്പുകളായിട്ട് ചിറകിൻ്റെ കീഴിൽ വെച്ച് കൊണ്ടു നടക്കുക. അവരെ നേർവഴിക്ക് നയിച്ചുകൊണ്ടിരിക്കുക. വൈജിക്ക് അവിടെ പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ. അത് പറ്റില്ല. അവൾ ഈ ചെയ്യുന്നവനൊക്കെ അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. അവളൊന്നും അറിയണ പോലും ഇല്ല. കണ്ടു കൊടുക്കുക, അവൾക്ക് നല്ലത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗാധരൻ പറഞ്ഞു, ചില സമയത്ത് എനിക്ക് വരുന്ന ദേഷ്യമുണ്ടല്ലോ. അല്ല മോനെ, നിനക്ക് വൈജിയോടൊന്ന് സംസാരിച്ചുകൂടെ? എന്ത് സംസാരിക്കാനായിട്ട്? ഞാൻ എന്താ സംസാരിക്കണ്ടേ? അല്ല, അലീന ആ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മ, എൻ്റെ ബലവായ സംശയം ബാലേന്ദ്രൻ ഇനിയിപ്പോൾ സ്റ്റാലിനെ കണ്ടെത്തി സ്റ്റാലിയുടെ അടുത്ത് അലീനയെ കൊണ്ടേ ആക്കുമെന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് സ്റ്റാൻലി വെറുതെ ഇരിക്കുമോ? ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അയാൾക്കല്ലേ തന്നെ നമ്മളോട് വൈരാഗ്യമുണ്ട്, എന്നോട് തീരാത്ത പകയുണ്ട്. അത് കേട്ട് സൗദാമി മുത്തശ്ശി, അയ്യോ ഇനിയിപ്പം അലീന എവിടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം വൈജി അന്വേഷിക്കില്ലേ? ഉറപ്പായിട്ടും അന്വേഷിക്കും. ഇനിയിപ്പം അവളെ ചിലപ്പം ഈ അലീന പോയത് എങ്ങോട്ടാന്നുള്ളത് അവളുടെ മക്കളുടെ നാവിൽ നിന്ന് തന്നെ അറിയുകയും ചെയ്യും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. എടാ മോനെ, ഒരു കാര്യം ചെയ്താലോ? നമുക്ക് വൈജിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ? പറയണമെന്ന് ആഗ്രഹമുണ്ട് അമ്മേ, പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താവും ഓർത്തിട്ടാ. അതോടുകൂടി വൈജയുടെ കാര്യം തീരുന്നു. അവളെല്ലാവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. പിന്നെ അവൾക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പോലും പറ്റില്ല. പോകുന്നോടം വരെ പോട്ടെ, അല്ലാതെ എന്ത് പറയാനായിട്ടാ. ഇനിയിപ്പം നമ്മളിങ്ങനെ തമ്മി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നടക്കാനുള്ളത് നടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ അടുത്തേക്ക് ഗംഗാധരൻ വന്നു. അങ്ങനെ മനുവായിട്ട് സംസാരിക്കണ സമയത്ത് ഗംഗാധരൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, അങ്കിൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ശിവശങ്കരൻ അങ്ങോട്ട് വരുന്നത്. ശിവശങ്കരൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, അതെ ഫോണിൽ കൂടെ പറഞ്ഞാൽ കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നത്. അതിന് ഞാൻ ഗംഗയോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. എടാ, ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാവരും ചോദിക്കുന്ന പെട്ടെന്ന് എന്താ വന്നേ, ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ. ഇനിയിപ്പോൾ നിന്റെ വായന്നും കൂടെ അത് കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അല്ല എന്താ ഗംഗേട്ടാ, എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പ്രശ്നമേ ഉള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശിവശങ്കരൻ ഒരു ഞെട്ടലോടുകൂടി നോക്കുകയാണ്, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രംപോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.